ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 136. ബാബു മാ ജാഅ ഫീ ഹിമായത്തിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്ത് തൗഹീദി വസദ്ദിഹി കുല്ല ത്വരീഖി യൂസിലു ഇല ശിർക്ക്. തൗഹീദിന്റെ അതിരുകളെ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചതിനെ കുറിച്ചും ഷിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളും അവിടുന്ന് അടച്ചു കളഞ്ഞതിനെ കുറിച്ചുമുള്ള അധ്യായം. അതിന് قال وقول الله تعالى لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم وتمام الآية حريص عليكم بالمؤمنين رؤوف رحيم. هذه الآية في ختام سورة التوبة. ഈ പറഞ്ഞ ആയത്ത് ഇതിന്റെ വിശദീകരണമാണ് തുടരുന്നത്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. ലഖദ് ജാഅകും തീർച്ചയായും നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു റസൂലുൻ, റസൂൽ ദൂതൻ, അല്ലാഹുവിന്റെ ദൂതൻ, മിൻ അൻഫുസികും നിങ്ങളിൽ നിന്ന് തന്നെ, അസീസുൻ അലൈഹി മാ അനിത്തും നിങ്ങൾക്ക് ഭാരമായി തോന്നുന്ന, നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഭാരമായി തോന്നുന്ന, അത് പ്രയാസമായി തോന്നുന്ന നബി റസൂൽ. അതിന്റെ ബാക്കി ഭാഗം ഹരീസുൻ അലൈക്കും നിങ്ങളുടെ കാര്യത്തിൽ അത്യധികം താല്പര്യമുള്ള, ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം സത്യവിശ്വാസികളോട് റഊഫ് ദയാപരനും റഹീം കരുണയുള്ളവരുമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷങ്ങൾ പറയണം. ഖൗലുഹു തആല ഷറഹിൽ നിന്ന് തുടർന്ന് പറയണേ, അള്ളാഹുവിന്റെ വചനം ലഖദ് ജാഅക്കും നിങ്ങൾക്ക് നിശ്ചയം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. ഇവിടെ ലഖദ് എന്നുള്ളതിൽ ലാമുൽ ഖസമി, അത് ഖസമിന്റെ സത്യം ചെയ്ത് പറയണം. തദുല്ലു അലാ ഖസമിൻ മുഖദ്ദരിൻ, അത് മുഖദ്ദറായ തഖ്ദീർ ചെയ്ത സങ്കല്പിച്ച് പറയുന്ന ഒരു ഖസമാണ്. വല്ലാഹി ലഖദ് ജാഅക്കും എന്നാണ് അതിന്റെ തഖ്ദീർ. എംഫസിസ് ചെയ്ത് പറയണം, ഉറപ്പിച്ച് പറയണം. പ്രത്യേകിച്ച് ഈ അഭിസംബോധന പ്രത്യേകിച്ച് അറബികൾക്കുള്ളത്, അതുപോലെ മറ്റെല്ലാ മനുഷ്യർക്കും പൊതുവായിട്ടുള്ളതുമാണ്. പക്ഷേ അറബികൾക്ക് പ്രത്യേകമായിട്ടുണ്ട്. അന്ന റസൂൽ അറബിയ്യുൻ, കാരണം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണ്. അവരുടെ ഭാഷയിൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടത്. ഫൽ മിന്നത്തു അലൈഹിം ബിഹി അഅ്ളം, അതുകൊണ്ട് തന്നെ അവർക്ക് ഉള്ള അനുഗ്രഹം എന്നത് കൂടുതൽ മഹത്തരമാണ്. അവർക്ക് അവരുടെ ഭാഷയിലുള്ള റസൂൽ അതേ ഭാഷയിലുള്ള വേദഗ്രന്ഥവുമായി വന്നു എന്നത്. ലഖദ് ജാഅക്കും നിശ്ചയം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു, അയ്യുഹൽ മുസ്ലിമൂന ഉമൂമൻ വൽ അറബു ഖുസൂസൻ, അല്ലയോ മുസ്ലിങ്ങളെ എന്ന് മൊത്തമായിട്ടും അറബികളോട് പ്രത്യേകമായിട്ടും അഭിസംബോധന ചെയ്തിട്ടാണ്. റസൂലുൻ അർ-റസൂൽ ഹുവ മൻ ഊഹിയ ഇലൈഹി ബിശ്ശർഇൻ വഉമിറ ബിതബ്ലീഗിഹി. റസൂൽ എന്നിരിക്കുന്നു. റസൂൽ എന്ന് പറഞ്ഞാൽ റസൂൽ ആരാ? റസൂൽ ഹുവ, റസൂൽ എന്ന് പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂലാണ്. വേറെ മുർസലീങ്ങൾ ഉണ്ടല്ലോ. ആ റസൂലുമാര്, റസൂൽ എന്ന് പറഞ്ഞതിന്റെ നിർവചനം എന്താണ്? മൻ ഊഹിയ ഇലൈഹി ബിശർഇൻ, ശരീഅത്ത് കൊണ്ട് വഹി നൽകപ്പെട്ട, ദിവ്യബോധന നൽകപ്പെട്ട വ്യക്തി. ഉമിറ ബിതബ്ലീഗിഹി, അത് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്ത അങ്ങനെയുള്ള വ്യക്തിയാണ്, അങ്ങനെയുള്ള നബിയാണ് ആര്? റസൂൽ എന്ന് പറയുന്നത്. ഇപ്പൊ നബിയോ? നബി എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ ഊഹിയ ഇലൈഹി ബിശർഇൻ, ശരീഅത്ത് കൊണ്ട് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. വലം യുമർ ബിതബ്ലീഗിഹി, എന്നാൽ അത് പ്രത്യേകമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ആളാണ് നബി. അപ്പോൾ റസൂലുമാരെല്ലാവരും നബിമാർ കൂടിയാണ്. എന്നാൽ നബിമാരെല്ലാവരും റസൂലുമാരെ ആവണമെന്നില്ല. ഈ നിർവചനം പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ടതാണ്, പ്രസിദ്ധമാണ്. അല്ലാഹു തആലയുടെ വചനം പറയുമ്പോൾ മുഫസ്സിരീങ്ങൾ അതിനെ പരാമർശിക്കാറുണ്ട്. ഏത് വചനം? വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ
ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته من سورة الحج. سورة الحج لله ഭാഗം. وما أرسلنا من قبلك من رسول, താങ്കൾക്ക് മുമ്പ് നാം ഒരു റസൂലിനെയും അയച്ചിട്ടില്ല. വല നബിയ്യൻ, ഒരു നബിയെയും അയച്ചിട്ടില്ല. ഇല്ലാ ഇദാ തമന്ന അൽഖ ശൈത്വാനു ഫീ ഉംനിയതിഹി, ആ റസൂൽ അല്ലെങ്കിൽ നബി നമ്മുടെ ലക്ഷ്യങ്ങൾ ഓതിക്കൊടുത്താൽ ആ ഓതിക്കൊടുക്കുന്നതിൽ ആ ഉംനിയത്തിൽ ഷൈത്താൻ ഇട്ടിട്ടല്ലാതെ, എന്ത് ഷൈത്താൻ ദുർബോധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടല്ലാതെ എന്നർത്ഥം. പക്ഷെ എന്താണ്, ഫയൻസഹുല്ലാഹു മാ യുൽഖി ശൈത്താൻ, അപ്പോൾ ഷൈത്താൻ ഇട്ട് കൊടുത്തതിനെ അള്ളാഹു എന്ത് ചെയ്യുന്നു, ദുർബലപ്പെടുത്തുന്നു, നസ്ഖ് ചെയ്യുന്നു എന്ന്. അപ്പോൾ ഏതൊരു നബി അല്ലെങ്കിൽ റസൂൽ, ആ റസൂല് അള്ളാഹുവിൻ സന്ദേശം ഓതിക്കൊടുക്കുമ്പോൾ ഷൈത്താൻ അതിൽ ഇടപെടാതിരിക്കില്ല. ഇടപെടും, പക്ഷേ എന്താണ്, അള്ളാഹു അതിനെ ദുർബലമാക്കുന്നു. അപ്പോൾ അവിടെ നബി റസൂൽ എന്ന് പറഞ്ഞു. അതിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ ഈ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇനി هناك تعريف الرسول وتعريف الرسول وتعريف. അപ്പോൾ മുഫസ്സിറുകൾ എന്ത് ചെയ്യുന്നു, യദ്കുറൂന ഹുനാക, അവിടെ പരാമർശിക്കുന്നു റസൂലിന്റെയും നബിയുടെയും താരീഫ്, നിർവചനം, വൽ ഫർഖ ബൈനഹുമ, അത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം. വദകറഹു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഫി കുതുബിഹി, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ ഇതിനെ പരാമർശിച്ചിട്ടുണ്ട്. വഅശ്ഹറുഹാ കിതാബുഹു അൻ-നുബുവ്വാത്ത്, അതിൽ ഏറ്റവും പ്രസിദ്ധമായത് അദ്ദേഹത്തിന് അൻ-നുബുവ്വാത്ത് എന്ന കിതാബാണ്. അർ-റസൂലു മൻ ഊഹിയ ഇലൈഹി ബിശർഇൻ, റസൂൽ എന്ന് പറഞ്ഞാൽ ശരീഅത്ത് കൊണ്ട് വഹി നൽകപ്പെട്ട വ്യക്തിയാണ്. ബിഖിലാഫി നബി, നബിയിൽ നിന്ന് വ്യത്യസ്തനായി, ഫഇന്ന നബിയ യുബ്അസു ബിശരീഅത്തി മൻ ഖബലഹു. അപ്പോൾ നബി എന്ന് പറഞ്ഞാൽ നബി അദ്ദേഹത്തിന് ആ നബിയുടെ മുമ്പ് ഉള്ള ശരീഅത്തുമായി അയക്കപ്പെട്ട നബിയാണ്, വ്യക്തിയാണ്. അപ്പോൾ നബിയും ശരീഅത്തുമായിട്ട് വരുന്നത് തന്നെ, പക്ഷെ നബി പുതിയ ശരീഅത്തല്ല, മുമ്പ് കൊണ്ടുവന്ന ശരീഅത്തുമായിട്ട് തന്നെ അയക്കപ്പെട്ട വ്യക്തിയാണ്. അംബിയ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിലെ നബിമാരെ പോലെ, എല്ലാ നബിമാരും അല്ല, ബനി ഇസ്രായേലിൽ മുർസലീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ധാരാളം നബിമാർ ഇസ്രായേലിൽ വന്നിട്ടുണ്ട്, റസൂലുമാരല്ല. യുബ്അസൂന ബിദ്ദഅവതി ഇല തൗറാത്തി അല്ലതി നസലത് അലാ മൂസാ അലൈഹി സ്വലാം. അപ്പോൾ മൂസാ അലൈഹി സ്വലാമുക്ക് വന്ന ധാരാളം നബിമാർ എവിടെ ഉണ്ട്, ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ മൂസാ അലൈഹി സ്വലാമക്ക് അവതരിച്ച തൗറാത്ത് ദഅവത്ത് ചെയ്യാൻ വേണ്ടി അയക്കപ്പെട്ട നബിമാരാണ് എന്നതാണ്. വഖദ് യൂഹാ ഇല നബി വഹ്യുൻ ഖാസ്സുൻ, എന്നാൽ ചില നബിക്ക്, അതായത് റസൂൽ അല്ലാത്ത നബിക്കും പ്രത്യേകമായിട്ട് വഹ്യ് നൽകപ്പെടാം. ഫി ബഅദിൽ ഖളായ, ചില കാര്യങ്ങളിൽ. ലാകിന്ന, പക്ഷേ അൽ വാജിബായത് എന്ന് പറഞ്ഞാൽ പൊതുവെ സാധാരണഗതിയിൽ അന്നഹു യുബ്അസു ബി ശരീഅത്തിൻ സാബിഖത്ത്, ഒരു നബി മുമ്പേ ഉള്ള ശരീഅത്ത് നടപ്പാക്കാനാണ് അയക്കപ്പെടുന്നത്. അംബിയായി ബനി ഇസ്രായേല, ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ പോലെ. അമ്മർ റസൂലു, എന്ന റസൂലാകട്ടെ ഫഇന്നഹു യുബ്അസു ബി ശരീഅത്തിൻ മുസ്തഖില്ല, പ്രത്യേകമായിട്ട് സ്വതന്ത്രമായിട്ട് ഒരു ശരീഅത്ത്, ഒരു നിയമവ്യവസ്ഥയുമായിട്ടാണ് റസൂൽ വരുന്നത് എന്നതാണ്. വൽ മുറാദു ബി തബ്ലീഗിഹി ഹുന, അപ്പോൾ നബിക്ക് തബ്ലീഗ് ബാധ്യതയില്ല, റസൂലിനാണ് പ്രത്യേകമായ തബ്ലീഗ് എത്തിച്ചു കൊടുക്കലിന്റെ ബാധ്യത എന്ന് പറഞ്ഞേ. ഇവിടെ പറഞ്ഞ തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ എന്നതിന്റെ ഉദ്ദേശ്യം അൽ ജിഹാദു വൽ ഇൽസാം, അതിനായുള്ള ജിഹാദും അത് അനിവാര്യമാക്കലും ആണ്. അതായത് ഉമിറ അൻ യുൽസിമൻ നാസ ബിഇത്തിബാഇഹി, റസൂൽ എന്ന് പറഞ്ഞാൽ തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റണമെന്ന്, അത് ജനങ്ങളെ നിർബന്ധിക്കുമെന്നാണ് ആ റസൂൽ, അത് നിർബന്ധിക്കണമെന്നതാണ്. ഇപ്പൊ യുജാഹിദഹും ആരാധാരിക്കുക, അതിനുവേണ്ടി അവര് എന്ത് ചെയ്യണം, ജിഹാദ് നടത്തണം. ഖിലാഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിലാഫ് നബി, നബിയിൽ നിന്ന് വ്യത്യസ്തമായി. നബി എന്ന് പറഞ്ഞാൽ റസൂൽ അല്ലാത്തത്. നബി തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ കൊണ്ട് കൽപ്പിക്കപ്പെടുന്നു. ബിമാന
എന്തർത്ഥത്തിൽ? തഅലീമിന്നാസി ശർഅ മൻ ഖബലഹു വഇഫ്താഇഹിം ഫീഹി. ആ നബിക്ക് മുമ്പ് കൊണ്ടുവന്ന ശരീഅത്ത്, മുമ്പൊരു റസൂല് കൊണ്ടുവന്ന ശരീഅത്ത്, ആ ശരീഅത്ത് പഠിപ്പിക്കുക എന്ന അർത്ഥത്തിലും ആ ശരീഅത്ത് കൊണ്ട് ഫത്വ നൽകുക എന്ന അർത്ഥത്തിലും. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്? നബി എന്ന് പറഞ്ഞാൽ തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെടുന്നില്ല, റസൂലാണ് തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെടുന്നത്. പിന്നെ പറഞ്ഞു നബി തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെടും പറഞ്ഞു. അത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമല്ല. നബി തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പ്രത്യേകമായി തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെടുന്നില്ല. നബി മുൻകാല ശരീഅത്ത്, മുമ്പ് അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞു പോയ റസൂൽ, ആ റസൂല് കൊണ്ടുവന്ന ശരീഅത്ത് തന്നെ പ്രബോധനം ചെയ്യുക, അത് ജനങ്ങളെ പഠിപ്പിക്കുക, അതിൽ ഫത്വ കൊടുക്കുക എന്ന് മാത്രം. അതിനായി പ്രത്യേക ജിഹാദ് നടത്തുകയോ അതിനായി ജനങ്ങളെ നിർബന്ധിക്കുകയോ ചെയ്യുന്നില്ല നബി. വഹാദ മഅ്മൂറുൻ ബിഹി ഗൈറുൽ അംബിയാ. ഇനി ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, മുമ്പ് ഒരു നബി കൊണ്ടുവന്ന ശരീഅത്ത് അത് പഠിപ്പിക്കുക എന്നതും അതുകൊണ്ട് ഫത്വ നൽകുക എന്നതും അത് അമ്പിയാക്കളല്ലാത്തവരും കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഹത്തൽ ഉലമാ, ഉലമാക്കൾ വരെ, ഉലമാക്കൾക്കും ആ ബാധ്യത ഉണ്ടല്ലോ. ഫത്തബ്ലീഗുൽ ലദീ മഅനാഹു അത്തഅലീമു വൽ ഇഫ്താഉ വബയാനുൽ ഹലാലി വൽ ഹറാമി വൽ ഹഖ് മിനൽ ബാത്തിലി ഹാദാ മഅ്മൂറുൻ ബിഹി കുല്ലു മൻ ഇൻദഹു ഇൽമുൻ. അപ്പോൾ ഫത്തബ്ലീഗുൽ ലദീ മഅനാഹു അത്തഅലീമു വൽ ഇഫ്താഉ, പഠിപ്പിക്കുക, ഇഫ്താ ഫത്വ നൽകുക എന്ന അർത്ഥത്തിലുള്ള തബ്ലീഗ്. വബയാനുൽ ഹലാലി വൽ ഹറാമി വൽ ഹഖ് മിനൽ ബാത്തിലി, ഹലാലും ഹറാമും വിശദീകരിക്കലും ബാത്തിൽ വ്യാജത്തിൽ നിന്ന് ഹക്ക് സത്യത്തെ വേർതിരിക്കലും അത് വിശദീകരിച്ച് പറയലും ഒക്കെ ഹാദാ മഅ്മൂറുൻ ബിഹി കുല്ലു മൻ ഇൻദഹു ഇൽമുൻ, അറിവുള്ള എല്ലാവരും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് അറിവില്ല എല്ലാവരുടെയും ബാധ്യതയാണ്. അപ്പോൾ ഇന്നമൽ മുറാദു ബിത്തബ്ലീഗി ഹുന, ഇവിടെ തബ്ലീഗ് കൊണ്ടുള്ള ഉദ്ദേശ്യം, അതായത് റസൂൽ തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നബി തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ തബ്ലീഗ് കൊണ്ടുള്ള ഉദ്ദേശ്യം അത്തബ്ലീഗുൽ ഖാസ്സു അല്ലദീ ഹുവ അൽ ഇൽസാം, പ്രത്യേകമായ തബ്ലീഗാണ്, അത് അനിവാര്യമാക്കുന്നതാണ്. വൽ ജിഹാദു അലാ ദാലിക്, അതിനുവേണ്ടി ജിഹാദ് ചെയ്യുമാണ്. വൻ നബി അയ്ളൻ യുജാഹിദു, നബിയും ജിഹാദും ചെയ്യുന്നു. ലകിൻ യുജാഹിദു അലാ ശർഇ മൻ ഖബല, എന്നാൽ നബി അദ്ദേഹത്തിന് മുമ്പ് വന്ന ഒരു റസൂലിന്റെ ശരീഅത്ത് അനുസരിച്ചാണ് ജിഹാദ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ത്യാഗപരിശ്രമങ്ങൾ നടത്തുന്നത് എന്ന്. മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്നുള്ള നബി എന്ന് പറഞ്ഞു, റസൂൽ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അതായത് മിൻ ജിൻസിക്കും മിനൽ അറബ്, നിങ്ങളുടെ അറബി വംശത്തിൽ നിന്നുള്ള. തഅരിഫൂന ലിസാനഹു, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഷ, അവിടുത്തെ ഭാഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ നിങ്ങൾക്ക് അറിയും. വയുഖാതിബുക്കും ബിമാ തഅരിഫൂൻ, നിങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്ന നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞ പോലെ, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. വമാ അർസൽനാ മിർ റസൂൽ, ഒരു റസൂലിനെയും നാം അയക്കുന്നില്ല, ഇല്ലാ ബിലിസാനി ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയുടെ ഭാഷയിലല്ലാതെ, ലിയുബയ്യിന ലഹും, അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് അദ്ദേഹം എന്ന്. മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നും തന്നെയുള്ള എന്നർത്ഥം. മാ അനിത്തും, നേരത്തെ പറയില്ല, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ റസൂലിന് വിഷമുണ്ട്, പ്രയാസമുണ്ട്, അങ്ങനെ വിഷമിക്കുന്ന റസൂലാണ്. ഇവിടെ മാ അനിത്തും എന്ന് പറഞ്ഞത് അൽ അനത്തു, അനത്ത് എന്ന് പറഞ്ഞാൽ മാനാന്റെ ആശയം അൽ അതബു അൽ മശഖ്ഖു, പ്രയാസം, ബുദ്ധിമുട്ടി എന്നാണ്. മാനാപത്തിന്റെ ആശയം എന്താണ്? അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം യശുഖു അലൈഹി മാ യശുഖു അലാ ഉമ്മത്തി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മത്തിന് പ്രയാസകരമായത് റസൂലിനും പ്രയാസകരമാണ്. ഉമ്മത്തിന് ഒരു പ്രയാസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ റസൂലിന് അത് പ്രയാസമാണ്. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക്, ഉമ്മത്തിന് എളുപ്പം ഇഷ്ടപ്പെടുന്നു. വലിഹാദാ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു അൻ യഅതിയ ബഅദൽ അഅമാലി, ഇക്കാരണത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില അമലുകൾ ഇഷ്ടപ്പെടും ചെയ്യാൻ, ചില കർമ്മങ്ങൾ. വലാകിന്നഹു യത്റുഖുഹാ, പക്ഷേ അതിനെ ഉപേക്ഷിക്കും. റഹ്മത്തൻ ബി ഉമ്മത്തി, ഉമ്മത്തിനോടുള്ള കാരുണ്യം കാരണം. ഖശിയത അൻ യശുഖ അലൈഹിം, അവർക്കങ്ങാണ്ട് അത് ബുദ്ധിമുട്ടാകുമോ എന്ന് ഭയന്നു. അമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് സ്വലാത്തു തറാവിഹി, തറാവിസ്കാരം. ഫഇന്നഹു സ്വല്ലഹ ബി അസ്ഹാബിഹി ലയാലിയ മിൻ റമളാൻ, ചില രാത്രികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളൊത്ത് തറാവിസ്കരിച്ചു. തുമ്മ തഖല്ലഫ അൻഹും ബിൽ ലൈലത്തി സാലിസത്തി അവ റാബിയത്തി, പിന്നെ മൂന്നാമത്തോ നാലാമത്തോ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പിന്തി തറാവിസ്കരിക്കാൻ വേണ്ടി, ഖിയാമുൽ ലൈൽ നിർവഹിക്കാൻ വേണ്ടി റമളാനിൽ പോയില്ല.
ഫലമ്മാ സ്വല്ലൽ ഫജ്റ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കരിച്ചു കഴിഞ്ഞ ശേഷം ബയ്യനലഹും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിവരിച്ചു കൊടുത്തു എന്തുകൊണ്ടാണ് റസൂൽ ജമാഅത്തിന് വരാതിരുന്നത് ഖിയാം റമദാനി എന്ന്. അന്നഹു ലം യതഖല്ലഫ് അൻഹും ഇല്ലാ ഖൗഫ അൻ തുഫറള അലൈഹിം സ്വലാത്തു തറാവീഹ്. തറാവീഹ് നിസ്കാരം, തറാവീഹ് ഹദീസിൽ വന്നിട്ടില്ല, അത് ഖിയാം റമദാൻ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. തറാവീഹ് നിസ്കാരം അവർക്ക് ഫർളാക്കപ്പെടും എന്ന ഭയം കൊണ്ട് അല്ലാതെ, ആ ഭയമുള്ളത് കൊണ്ടാണ് നബി വരാതിരുന്നത് എന്ന്. സുമ്മ യഅ്ജിസു അൻഹാ, എന്നിട്ട് അവർക്ക് അത് പാലിക്കാൻ കഴിയാതെ അവർ അശക്തരായി പോകുമെന്നും ഭയന്നു നബി. ഹാദാ മിൻ റഹ്മത്തിഹി വശഫഖത്തിഹി ബി ഉമ്മത്തിഹി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മത്തിനോടുള്ള ഷഫഖത്ത്, സ്നേഹവും വാത്സല്യവും റഹ്മത്ത്, കാരുണ്യവും ആണ് എന്ന്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാ. ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് മശഖത്ത്, പ്രയാസമുണ്ടാകുമായിരുന്നില്ല എങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്, നിശ്ചയം ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു, സിവാക്ക് കൊണ്ട് കൽപ്പിക്കുമായിരുന്നു, ദന്ത ശുദ്ധീകരണം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു, പല്ല് തേക്കണമെന്ന് കൽപ്പിക്കുമായിരുന്നു, ഇൻദ കുല്ലി സ്വലാ, എല്ലാ നിസ്കാര സമയത്തും. ചില റിപ്പോർട്ടുകളിൽ എല്ലാ വുളുവിൻ്റെ സമയത്തും എന്ന് കാണാം. അപ്പോൾ നിസ്കരിക്കുമ്പോഴൊക്കെ സിവാക്ക്, മിസ്വാക്ക് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അതൊരു പ്രയാസമായിട്ട് എൻ്റെ ഉമ്മത്തിന് അനുഭവപ്പെടുമായിരുന്നില്ല എങ്കിൽ. അപ്പം അങ്ങനെ അവർക്ക് പ്രയാസമാകുമോ എന്ന് ഭയന്നാണ് ഞാൻ അങ്ങനെ കൽപ്പിക്കാതിരുന്നത്. ഫലം യംനഉഹു മിൻ ദാലിക ഇല്ലാ ഖൗഫുൽ മശഖ്ഖത്തി അലാ ഉമ്മത്തി, അപ്പോൾ അത് അവിടുത്തെ ഉമ്മത്തിന് മശഖ്ഖത്ത്, പ്രയാസമാകുമെന്ന ഭയം കൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൽപ്പിക്കുന്നതിൽ നിന്ന് നബിയെ തടഞ്ഞിട്ടില്ല. വകാന യുഹിബ്ബു തഅഖീറ സ്വലാത്തിൽ ഇശാ ഇലാ സുലുസിൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമത്തിലേക്ക് ഇശാ നമസ്കാരം പിന്തിക്കുന്നത് നബി ഇഷ്ടപ്പെട്ടിരുന്നു. വലാകിന്നഹു ഖശിയൽ മശഖ്ഖത അലാ ഉമ്മത്തിഹി അലൈഹി വസ്സലാത്തു വസ്സലാം, പക്ഷേ ഉമ്മത്തിന് പ്രയാസം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയന്നു. അതുകൊണ്ട് നബി അങ്ങനെ പിന്തിച്ചില്ല എന്നതാണ്. പ്രകാരമാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും. ഉമ്മത്തിന് വിശാലത, അതിലൊക്കെ നബി അവർകൾ പരിഗണിക്കുന്നു. മശഖത്തില്ലായ്മ, ബുദ്ധിമുട്ടില്ലായ്മയും. ലാ യുഹിബ്ബു ലഹും അൽ മശഖത്ത് അബദ, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന്, ഈ സമുദായത്തിന് മശഖത്ത്, പ്രയാസം ഇഷ്ടപ്പെടുന്നില്ല. വയുഹിബ്ബു ലഹും ദായിമൻ തൈസീർ അലൈഹിം, അവർക്ക് എളുപ്പമാണ് നബി എന്നും എപ്പോഴും ഉദ്ദേശിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. വലിദാലിക ജാഅത് ശരീഅതുഹു സംഹതൻ സഹലതൻ, കാരണം താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് സംഹത്ത്, ലളിതമായി, സഹലത്ത്, എളുപ്പമായി. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, എന്താണ്? മതകാര്യത്തിൽ യാതൊരു പ്രയാസവും അദ്ദേഹം നിങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടില്ല. അദ്ദേഹം എന്ന് വായിക്കണം, ഇവിടെ അവൻ ആയി പോയിട്ടുണ്ട്. മറ്റൊരു കാര്യത്തിൽ കാണാം, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ വലകിൻ യുരീദു ലിയുതഹിറക്കും. മാ യുരീദുല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല, ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ, നിങ്ങൾക്കൊരു പ്രയാസം വരുത്തി വെക്കാൻ. വലകിൻ, പക്ഷേ, യുരീദു, അവൻ ഉദ്ദേശിക്കുന്നു, ലിയുതഹിറക്കും, നിങ്ങളെ ശുദ്ധീകരിക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ولما ذكر الإفطار في رمضان للمسافر والمريض ذكر أنه شرع ذلك من أجل التسهيل. യാത്രക്കാരനും രോഗിക്കും റമദാനിൽ നോമ്പ് ഒഴിവാക്കാൻ അനുവാദം നൽകിയതിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടിയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര. യുരീദുല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നു, ബിക്കും, നിങ്ങൾക്ക്, അൽ ഉസ്ര, എളുപ്പത്തെ, വലാ യുരീദു, അവൻ ഉദ്ദേശിക്കുന്നില്ല, ബിക്കും, നിങ്ങൾക്ക്, അൽ ഉസ്ര, പ്രയാസത്തെ, ബുദ്ധിമുട്ടിനെ എന്ന്. അപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് എളുപ്പം ഉദ്ദേശിക്കുന്നു, പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. ഹാദാ മിൻ സിഫത്തി ഹാദാ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമാണ്. അത് തന്നെയാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, അന്നഹു യുഹിബ്ബു തൈസീറ ലി ഉമ്മത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉമ്മത്തിന് എളുപ്പമാക്കലിനെ ഇഷ്ടപ്പെടുന്നു. വയക്റഹുൽ മശഖത അലൈഹ, ഉമ്മത്തിന് പ്രയാസം നബി ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കുന്നു എന്നാണ്. വബിൽ മുഅ്മിനീന വഖാസതൻ, ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസികളോട് പ്രത്യേകമായിട്ടുമെന്ന്. റഊഫുൻ റഹീമുൻ, ദയാലുവും കരുണാവാരിധിയുമാണ്.
ഈ ലോകർക്ക് തന്നെ നബി കരുണയാണ്, റഹ്മത്തുൽ ലിൽ ആലമീനാണ്. പക്ഷെ സത്യവിശ്വാസികളോട് പ്രത്യേക ദയവായ്പും കരുണയുമുള്ള വ്യക്തിത്വമാണ്. അർ-റഅഫത്തു ഹിയ ശിദ്ദത്തുൽ ഷഫഖത്തി, വാത്സല്യത്തിന്റെ കാഠിന്യം ആണ് റഅഫത്ത് എന്ന് പറയുന്നത്, വളരെയധികം വാത്സല്യം. റഹീം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അളീമുർ റഹ്മത്തി, വളരെയധികം കരുണയുള്ള ബി ഉമ്മത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട്. അമ്മാ ബിൽ കുഫാർ ഫഇന്നഹു കാന ശദീദൻ അലൽ കുഫാർ, എന്നാൽ സത്യനിഷേധികളോട് ഇസ്ലാമിന്റെ ശത്രുക്കളായ സത്യനിഷേധികൾ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ, മുസ്ലിങ്ങളെ കൊല്ലാൻ വധിക്കാനൊക്കെ തക്കം പാർത്തിരിക്കുന്ന സത്യനിഷേധികളോട് കഠിന ഹൃദയനാണ് അവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ വസഫഹു അല്ലാഹു തആല ബിദാലിക, അല്ലാഹു തആല അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന മഅഹു, അവിടത്തോടൊപ്പമുള്ളവരും സഹാബാക്കൾ, അശിദ്ദാഉ അലൽ കുഫാർ, കാഫിറുകളോട്, ഇസ്ലാമിൽ ശത്രുക്കളായ ആളുകളോട് അവരോട് കഠിനതയുള്ളവരാണ്. റഹമാഉ ബൈനഹും എന്നാണ്, അവർ പരസ്പരം കാരുണ്യം കാണിക്കുന്നവരാണ്, കാരുണ്യമുള്ളവരുമാണ് എന്ന്. ഫഹാദിഹിൽ ആയത്തുൽ കരീമത്ത്, അപ്പോൾ ഈ ആദരണീയമായ ആയത്ത് സൂക്തം മുനാസബത്ത് ഇറാദ് ശൈഖ് റഹിമഹുല്ലാഹ് ഫി ഹാദൽ ബാബ്, ഈ അധ്യായത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശത്തിന്റെ ആ ചർച്ചയാണ്. أنه إذا كان الرسول صلى الله عليه وسلم متصفا بهذه الصفات التي هي أنه عربي يتكلم بلساننا ونفهم لغته. അപ്പോൾ ഈ വിശേഷണങ്ങൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശേഷണം പറയപ്പെട്ട ഈ വിശേഷണങ്ങൾ എന്തൊക്കെ? അദ്ദേഹം അവിടുന്ന് അറബിയാണ്, നമ്മുടെ ഭാഷ, അത് അറബി ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണ്, നമ്മുടെ ഭാഷ അറിയുന്ന വ്യക്തിയാണ്, നമുക്ക് അവിടുത്തെ ഭാഷ അറിയാം. അതേപോലെ നമുക്ക് പ്രയാസമുള്ളത്, ഉമ്മത്തിന് പ്രയാസമുള്ളത് അവിടത്തേക്കും പ്രയാസമാണ്. മുഅ്മിനീങ്ങളോട് പ്രത്യേകമായിട്ട് ദയവായ്പും കരുണയുമുള്ളവനാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ഉള്ള ഒരു വ്യക്തിക്ക് യോജിക്കുമോ? അള്ളാഹുവിൽ നിന്ന് ഉമ്മത്തിനെ അകറ്റുന്ന ഷിർക്കിൽ ഉമ്മത്ത് പെട്ടുപോകുന്നതിന് സംബന്ധിച്ച് അതിലേക്ക് ഉമ്മത്തിനെ വിട്ടേച്ചു പോകുക, ഉപേക്ഷിച്ചു പോകുക എന്നത്. അപ്പൊ ഷിർക്കിൽ നബി തടയുമല്ലോ, സ്വാഭാവികമാണ്. അപ്പൊ അതാണ് ഇവിടെ ഈ അധ്യായത്തിൽ ഇത് യോജിക്കുന്നത് എന്നാണ്. അങ്ങനെ ഉമ്മത്തിന് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് കാരണമാക്കുന്ന അപ്പൊ ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ഒരു നബി ഷിർക്കിന്റെ കാര്യത്തിൽ ഉദാസീനത കാണിക്കുമോ? ഷിർക്കിൽ നിന്ന് മുന്നറിയിപ്പ് നൽകാതെ അതിന്റെ പ്രാധാന്യം ഒഴിവാക്കുമോ? കാരണം ഇത് ഉമ്മത്തിന് മേൽ വലിയ അപകടമാണല്ലോ ഷിർക്ക് എന്നത്. ഇത് ഉമ്മത്തിന് പ്രയാസകരമായ കാര്യമാണ്. കാരണം ഉമ്മത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും, ഫസാദാകും ജീവിതം. അല്ലാഹു അസ്സ വജല്ലിന്റെ അടുത്ത് സ്വീകാര്യമാ അല്ലാതാക്കപ്പെടും ഉമ്മത്തിന് ഷിർക്ക്. കാരണം മുശ്രിക്കിന് യോജിച്ചത് എന്താണ്? മുശ്രിക്കിന്റെ ഭാവി എന്ന് പറഞ്ഞ നരകമാണ്. ശിക്ഷയല്ലാതെ ഒരു ഭാവി മുശ്രിക്കിനില്ല. അപ്പൊ ഇങ്ങനെ ഇത്രയും വിശേഷണങ്ങളുള്ള നല്ല ഗുണങ്ങളുള്ള ഒരു റസൂലിന് യോജിച്ചതാകുമോ എന്ത്? അയ്യത്തെ സാഹലഫിയം ഷിർക്കിന്റെ കാര്യത്തിൽ ഒരു ഉദാസീനത കാണിക്കൽ, എന്നിട്ട് പറഞ്ഞ ഷിർക്കൊന്നും അതൊന്നും വിശാക്കണ്ടെന്ന് പറയും ഇല്ല. പക്ഷേ നബിക്ക് യോജിച്ചത് എന്താണ്? ഷിർക്കിൽ നിന്ന് ഉമ്മത്തിനെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ കഠിനത കാണിക്കുക, അല്ലെങ്കിൽ ആധിക്യം കാണിക്കുക എന്നത്. അത് നബി ചെയ്തിട്ടുമുണ്ട്. ഷിർക്കിലേക്ക് നയിക്കുന്ന എല്ലാ വഴികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു. കഴിഞ്ഞ അധ്യായങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഹദീസുകൾ വഴി.
ഹുനാക നാസുൻ അൽ ആന യഖൂലൂൻ, ഇപ്പോൾ ചില ആളുകളുണ്ട് പറയുന്നവര്, ലാ തദ്കുറു അശ്ശിർക, നിങ്ങൾ ഷിർക്കിനെ കുറിച്ചൊന്നും പരാമർശിക്കണ്ട. വലാ തദ്കുറു അൽ അഖായിദ, നിങ്ങൾ അഖീദയെക്കുറിച്ച്, അഖീദകളെക്കുറിച്ച്, വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയണ്ട. യക്ഫി അത്തസമ്മി ബിൽ ഇസ്ലാം, ഇസ്ലാം എന്നുള്ള പേര് മതി. ലിഅന്ന ഹാദാ യുനഫിറു നാസ വയുഫർരിഖു നാസ. ഈ ഷിർക്കിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ, അഖീദയെ കുറിച്ച് വിശദീകരിച്ചാൽ അത് ജനങ്ങളെ അകറ്റും, ജനങ്ങളെ ഭിന്നിപ്പിക്കും. ഉത്തുറുക്കു കുല്ല അല അഖീദത്തിഹി, എല്ലാവരും അവരവരുടെ അഖീദയിൽ വിടുക. ദഊന നജ്തമിഉ വലാ തുഫർരിഖൂന, ഞങ്ങളെ വിട്ടേക്കുക, ഞങ്ങൾ ഒരുമിച്ച് ഐക്യത്തിൽ നിൽക്കട്ടെ, ഞങ്ങളെ നിങ്ങൾ ഭിന്നിപ്പിക്കരുത് എന്ന്. യാ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നത്റുകു ശിർക വലാ നതകല്ലമു ഫീ അംരി തൗഹീദി, നമ്മൾ ഷിർക്ക് സംബന്ധിച്ചുള്ള സംസാരം ഒഴിവാക്കുക, തൗഹീദിന്റെ വിഷയം സംസാരിക്കാതിരിക്കുക. മിൻ അജ്ലി അൻ നജ്മഅ അന്നാസ, ജനങ്ങൾ ഐക്യപ്പെടാൻ വേണ്ടിയിട്ട്. വഹാദൽ കലാമു ബാത്തിലും മിൻ വുജൂഹ്, പല കാരണങ്ങളാൽ ഈ സംസാരം, ഈ അഭിപ്രായം വ്യർത്ഥമാണ്, വ്യാജമാണ്, നിരർത്ഥകമാണ്. അവ്വൽ, ഒന്നാമത്, ലാ യുംകിനു ഇജ്തിമാഉ അന്നാസി ഇല്ലാ അലൽ അഖീദത്തി സ്വഹീഹത്തി, ശരിയായ അഖീദയിൽ എല്ലാ ജനങ്ങളുടെ ഐക്യം സാധ്യമേ അല്ല. രണ്ടാമത്തത്, മൽ ഫായിദത്തു മിനൽ ഇജ്തിമാഇ ലാ ഗൈരി അഖീദത്തിൻ, അഖീദ അല്ലാതെ ജനങ്ങൾ ഐക്യപ്പെട്ടിട്ട് എന്ത് കാര്യമുള്ളത്? ഹാദാ മാദാ യുഅദ്ദി ഇലൈഹി, എന്തിലേക്കാണ് നയിക്കുക? ലാ യുഅദ്ദി ഇലാ നതീജത്തിൻ അബദൻ, ഒരു നല്ല റിസൾട്ടിലേക്കും ഒരിക്കലും ഇത് നയിക്കുകയില്ല. ഫലാ ബുദ്ദ മിനൽ ഇഹ്തിമാമി ബിൽ അഖീദത്തി, അപ്പോൾ അഖീദ അനിവാര്യമാണ്, അതിന് പ്രാധാന്യം നൽകൽ അത്യാവശ്യമാണ്. വലാ ബുദ്ദ മിൻ തഖ്ലീസിഹാ മിന ശിർക്ക്, അഖീദയെ ഷിർക്കിൽ നിന്ന് മുക്തമാക്കലും അത്യാവശ്യമാണ്. വലാ ബുദ്ദ മിൻ ബയാനി തൗഹീദ്, തൗഹീദ് വിവരിക്കൽ അത്യാവശ്യമാണ്. ഹത്താ യഹ്സുലൽ ഇജ്തിമാഉ സ്വഹീഹു അല ദീൻ, ദീനിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ഐക്യം സാധ്യമാകുന്നതിലേക്ക്. ലാ യജ്തമിഉ അന്നാസു ഇല്ലാ അല തൗഹീദ്, തൗഹീദിലായിട്ടല്ലാതെ ജനങ്ങൾ ഒന്നിക്കൂല. ലാ യുവഹിദു അന്നാസ ഇല്ലാ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൗലൻ വഅമലൻ വഇഅ്തിഖാദൻ, വാക്കുപരമായിട്ടാണെങ്കിലും പ്രവൃത്തിപരമായിട്ടാണെങ്കിലും വിശ്വാസപരമായിട്ടാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന കലിമത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ജനങ്ങൾ ഒന്നിക്കുകയില്ല, അതല്ലാതെ ജനങ്ങൾ ഒന്നിപ്പിക്കുകയില്ല. ഹാദാ ഹുവല്ലദീ ജമഅൽ അറബ അലാ അഹദി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറബികളെ ഒരുമിപ്പിച്ചത് ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്. വജഅലഹും ഉമ്മത്തൻ വാഹിദ, ആ ജനങ്ങളെ ഒറ്റ ഉമ്മത്താക്കിയത്. ഹുവല്ലദീ യജ്മഉഹും ഫി ആഖിരി സമാൻ, അത് തന്നെയാണ് അവരെ അവസാന കാലത്ത് ഒരുമിപ്പിക്കുക. അമ്മ ബിദൂനി ദാലിക്, തൗഹീദ് ഇല്ലാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെ, ഫലാ യുംകിനുൽ ഇജ്തിമാഉ, ഐക്യം സാധ്യമേ അല്ല. മഹ്മാ ഹവൽതുഹും, അത് എത്ര നിങ്ങൾ ശ്രമിച്ചാലും. ഫലാ തുത്ഇബു അൻഫുസകും അബദ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ ക്ഷീണിപ്പിക്കണ്ട. വഹാദാ മിനൽ ജഹ്രി ഔ മിനൽ മുവാലതതി, തൗഹീദ് ഇല്ലാത്ത ജനങ്ങളെ ഒന്നിപ്പിക്കാമെന്ന ഇത് വ്യാമോഹമാണ്, അജ്ഞതയോ തെറ്റിദ്ധരിപ്പിക്കലോ ഒക്കെയാണ്. ഫത്തൗഹീദു ലൈസ ഹുവല്ലദീ യുഫർരിഖു അന്നാസ, അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സംഗതിയല്ല, ബലിൽ അക്സ്, പക്ഷേ ഓപ്പോസിറ്റാണ്. അല്ലദീ യുഫർരിഖു അന്നാസ ഹുവ അശ്ശിർക്ക്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഷിർക്കാണ്. വൽ അഖായിദുൽ ഫാസില, തെറ്റായ അഖീദകളെ, വിശ്വാസങ്ങളാണ്. വൽ ബിദ്അ വൽ മൻഹജിയാത്തുൽ ഹാദിഹി ഹിയല്ലദീ തുഫർരിഖു അന്നാസ, തെറ്റായ രീതികളും അനാചാരങ്ങളുമാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്. അമ്മ തൗഹീദു വൽ ഇത്തിബാഉ ലിറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തൗഹീദും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതും ഫഹാദാ ഹുവല്ലദീ യുവഹിദു അന്നാസ്, ഇതാണ് ജനങ്ങളെ ഐക്യപ്പെടുത്തുന്നത്. കമാ വഹദഹും ഫി അവ്വലിൽ അംർ, കാര്യത്തിന്റെ തുടക്കത്തിൽ, അതായത് ഇസ്ലാമിന്റെ തുടക്കത്തിൽ അവരെ ഒരുമിപ്പിച്ചതുപോലെ. വലാ യുസ്ലിഹു ആഖിറ ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിന്റെ അവസാനം നന്നാക്കാൻ കഴിയില്ല. ഇല്ലാ മാ അസ്ലഹ അവ്വലഹ, ആദ്യം ഈ ഉമ്മത്തിനെ എന്തുകൊണ്ടാണോ നന്നാക്കിയത്, ഈ ഉമ്മത്തിൽ ഇസ്ലാഹ് ഉണ്ടാക്കിയത്, അതുകൊണ്ടല്ലാതെ. അത് തൗഹീദ് കൊണ്ടായിരുന്നു. തൗഹീദാണ് ജനങ്ങളെ ഒരുമിപ്പിച്ചത് എന്ന്.